പാപിക്ക് നീതീകരണം ആവശ്യമാണ്, അതുപോലെ അവന് ജീവൻ ആവശ്യമാണ്. വിശ്വാസത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജലസ്നാനം ഏൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപയാൽ നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിത്യജീവൻ ഒരുവന് ലഭിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നവീകരണം പ്രാപിക്കുന്നു. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതെന്നു പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. തീത്തോസ് 3:6-7. നാം എത്ര വലിയ പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും വിശ്വാസത്താലുള്ള ജലസ്നാനം രക്ഷയ്ക്ക് ഒഴിവാക്കുവാൻ കഴിയുകയില്ല. Not by works of righteousness which we have done, but according to his mercy he saved us, by the washing of regeneration and renewing of the Holy Ghost. ആദാമിൽ മരിച്ച ഒരുവന്റെ അകത്ത മനുഷ്യൻ അഥവാ പ്രാണന് വീണ്ടും ജനനം പ്രാപിക്കുവാനുള്ള ജീവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇരിക്കുന്നു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്നു നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നും വിശ്വസിച്ചിട്ടും അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതെന്നും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:31. But these are written, that ye might believe that Jesus is the Christ, the Son of God, and that believing ye might have life through his name. ദൈവപുത്രന്റെ നാമത്തിലുള്ള നിത്യജീവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസ ജനസ്നാനത്തിൽ ലഭിക്കുന്നു.